പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണം കട്ടവനാരപ്പ കോൺഗ്രസ്സുകാരാണയ്യപ്പ പോറ്റിയെ കണ്ടവരാനപ്പ സഖാക്കളല്ലെന്നയ്യപ്പ. ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പാട്ടൊക്കെ. എന്തൊക്കെ മേളമായിരുന്നു. അവസാനം പോറ്റിയെ കേറ്റിയെ സോങ് കോൺഗ്രസിന് തന്നെ വലിയ തലവേദനയായി മാറി തിരിച്ചടിച്ചിട്ടുണ്ട്. ഇപ്പൊ അതാ SIT അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്താണ് ഇപ്പൊ പറയുന്നതെന്ന് അറിയാമോ? SITയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന രീതിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, SITയുടെ അന്വേഷണം സ്വാഗതം ചെയ്ത് വലിയ രീതിയിൽ തന്നെ പുകഴ്ത്തി പറഞ്ഞു നടന്ന മഹാനാണ്. ഇപ്പൊ അത് അന്വേഷണം കോൺഗ്രസിലേക്ക് എത്തപ്പെടുമ്പോൾ നമ്മുടെ VD സതീശൻ പതിവ് പോലെ തന്നെ യു-ടേൺ അടിക്കുകയാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ CPM-നെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നത്, CPM നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ് പ്രത്യേകിച്ച് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള ചിരിയും കളിയും ഒക്കെ എന്താണല്ലേ. എന്തായാലും ഇപ്പോ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ നമ്മുടെ കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ അസഹിഷ്ണുത കൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള മാർഗംകളി കളിക്കുന്ന ഒരു രംഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. SIT നമുക്കറിയാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അപ്പൊ പിന്നെ വേറൊന്നും അധികം പറയേണ്ട കാര്യമില്ലല്ലോ. അതില് സർക്കാരിന് ഇടപെടൽ നടത്താൻ കഴിയില്ല. മാത്രവുമല്ല, ഈ പ്രത്യേക അന്വേഷണ സംഘം ആരെയൊക്കെ ചോദ്യം ചെയ്തു? മുഖം നോക്കാതെ ആവശ്യത്തിൽ എല്ലാവരെയും ചോദ്യം ചെയ്തില്ലേ? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ പ്രശാന്തിനെ ചോദ്യം ചെയ്യുമ്പോൾ ഒക്കെ എന്തൊരു ആഘോഷമായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പോ UDF കൺവീനറുടെ ഒക്കെ ഇടയിലേക്ക് ആ അന്വേഷണമൊക്കെ മാറി മറിഞ്ഞങ്ങ് വരുന്നത് കാണുമ്പോൾ അങ്ങ് ആകെ ഭയന്നിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനോട് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ പ്രതികരിക്കാനേ തയ്യാറായില്ല. ഗ്ലാസ് വേളിലേക്ക് കയറ്റിട്ട് വണ്ടി ചവിട്ടി വിടറേ, ഫസ്റ്റ് ഇട്ടോ സെക്കൻഡ് ഇട്ടോ തേർഡ് ഇട്ടോ എന്ന മട്ടിലൊക്കെ ഇരിക്കുന്ന അടൂർ പ്രകാശിനെ നമ്മൾ കാണുന്ന കാഴ്ചയൊക്കെ കണ്ടു. ഇനി സ്വർണം കട്ടവനും ഈ കട്ട മുതൽ വിൽക്കുമ്പോൾ അത് മേടിച്ചവനും ഒക്കെ ഒരേ ഫ്രെയിമിൽ വന്ന് നമ്മൾ കണ്ടത് എപ്പോഴാണ്? ആർക്കൊപ്പമാണ്? സോണിയാഗാന്ധിക്കൊപ്പമല്ലേ? അടൂർ പ്രകാശിനൊപ്പമല്ലേ? ആന്റോ ആന്റണിക്കൊപ്പമല്ലേ? നമ്മൾ കണ്ടതല്ലേ? ഈ ദൃശ്യങ്ങളിൽ കാണാമല്ലോ ചിത്രം. ആ ചിത്രത്തിൽ ആരെയൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? സോണിയാഗാന്ധിയെ കാണാൻ എങ്ങനെയാണ് കഴിഞ്ഞത് പോറ്റിക്ക്? പോറ്റിയും ഈ ഹൈക്കമാൻഡും ഈ കോൺഗ്രസും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? എങ്ങനെയാണ് പോറ്റി അവിടെ എത്തിയത്? ഈ സ്വർണം കട്ട കേസിൽ ഇവർക്കൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SIT ആ രീതിയിലേക്ക് അന്വേഷണം മാറുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോണിയാഗാന്ധിയെ വരെ ചിലപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായും ചോദ്യം ചെയ്യണം. എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യേണ്ടത്? ഈ ഗോവർദ്ധനെയും പോറ്റിയൊക്കെ നമ്മള് സോണിയാഗാന്ധിക്കൊപ്പം കണ്ടുവെന്നത് മാത്രമല്ല, സോണിയയുടെ കയ്യിൽ ചരട് കെട്ടി കൊടുക്കുകയാണെന്നേ. അപ്പൊ എങ്ങനെയാണ് ആർക്കും ആക്സസ് ചെയ്യാൻ കഴിയാത്ത സോണിയാഗാന്ധിയുടെ ആ വീട്ടിലേക്ക് ഇവർ എത്തപ്പെട്ടത്? ഇവരുടെയൊക്കെ ഹൈക്കമാൻഡ് ബന്ധം, ഈ പോറ്റിയുടെയും ഗോവർദ്ധന്റെ ഒക്കെ ഹൈക്കമാൻഡ് ബന്ധമൊക്കെ എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണാമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഓടിച്ചാടി എന്തായാലും അങ്ങോട്ടേക്ക് കയറാനേ പറ്റില്ല. അപ്പോ അതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഈ അടൂർ പ്രകാശിനെയും അതുപോലെ തന്നെ ആന്റോ ആന്റണിയെയും പോറ്റിയെയും ഗോവർദ്ധനെയും ഒക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പല സംഭവങ്ങളും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM സ്വീകരിച്ച നിലപാടെന്താണ്? ഇവിടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ സഖാക്കളെയും സർക്കാരിനെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി വലിയ തോതിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ആറാടുന്ന സമയത്തും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയും ഒക്കെ എന്താണ് പറഞ്ഞത്? ആ വിഷയത്തിൽ ബന്ധമുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടണം, ആരെയും സംരക്ഷിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, വാസുവിനെ അറസ്റ്റ് ചെയ്തു. എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? മാതൃകാപരമായിട്ടുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? അവരുടെയൊക്കെ പങ്ക് എന്താണെന്നുള്ള കാര്യം പുറത്തു വരേണ്ടതുണ്ട്. അവർക്കതിൽ പങ്കുണ്ടെങ്കിൽ തീർച്ചയായും പാർട്ടി പുറത്താക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സംരക്ഷിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അന്വേഷണം മാറി കോൺഗ്രസിന്റെ ഇടയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർ ആകെ അസഹിഷ്ണുത കൊണ്ട് ഇതൊക്കെ കള്ളക്കളിയാണ്, ഇതൊക്കെ വേറെ കളിയാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രം പുറത്തു വന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ കോൺഗ്രസിന്റെ സൈബർ കൂട്ടങ്ങളുണ്ടല്ലോ, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പോറ്റി നിൽക്കുന്ന ഒരു AI ചിത്രം പുറത്തേക്ക് വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലെ? വ്യാജ മാങ്കൂട്ടമൊക്കെ മാളത്തിനകത്ത് കയറി പെൻഷൻ പറ്റി ഇരിക്കുന്ന സമയത്തും ചില വ്യാജ മാങ്കൂട്ടന്മാരും ഒക്കെ ഇവരുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നത്. ആ വ്യാജ AI ഫോട്ടോയ്ക്ക് എന്ത് സംഭവിച്ചു? അത് AI ഫോട്ടോയാണ് എന്ന് സർക്കാർ തെളിവ് നിരത്തി കാണിച്ചിരുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലെ? അത് പ്രചരിപ്പിച്ച മനോരമയും മാതൃഭൂമിയും ഒക്കെ ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എന്ന് പറയാതെ വയ്യ. മാത്രവുമല്ല, ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിശ്വാസികളുടെ വോട്ട് നേടിയെടുക്കാൻ വേണ്ടി നാണം കെട്ട കളിയല്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് നടത്തിയത്? പോറ്റിയെ കേറ്റി എന്നൊക്കെ പറഞ്ഞ് പാടി അയ്യപ്പ വിശ്വാസികളുടെയൊക്കെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഇപ്പൊ അവസാനം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അത് തിരിച്ചടിക്കുന്നു. അയ്യപ്പ വിശ്വാസികൾ
ഇനി എന്താണ് കളി എന്ന് കാണിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജയിക്കാൻ വേണ്ടി എന്തും ഏതും ഒക്കെ കാണിച്ചു കൂട്ടുന്ന കോൺഗ്രസെ നിങ്ങൾ മേടിച്ചു കൂട്ടിയ ഏറ്റവും വലിയ പണിയായി ഇതിന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്ന് പറയാതെ വയ്യ. മാത്രവുമല്ല ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ടല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് തെളിവാണ് എനിക്കെതിരെ ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വി ഡി സതീശനെ വെല്ലുവിളിച്ച് രംഗത്തേക്ക് വന്നിരുന്നല്ലോ. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഒരു രീതിയിലുള്ള ആ വെല്ലുവിളി ഏറ്റെടുക്കാതിരുന്നത്? എന്റെ ഈ തെളിവുണ്ട്, അതുണ്ട് എന്നൊക്കെ വി ഡി സതീശൻ വലിയ തോതിൽ തന്നെ വായിട്ട് അലക്കുമ്പോഴും ഞാനത് കോടതിയിൽ ഇപ്പൊ സമർപ്പിക്കും എന്ന് പറയുമ്പോഴും ഏതാണ് ആ രേഖ, എന്താണ് ആ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ ഈ കൈരേഖയല്ലാതെ വേറെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ വി ഡി സതീശന് കഴിയുന്നുണ്ടോ? എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെയും എന്തായാലും ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ്, ഞാൻ ഒന്ന് വായിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഞാൻ മൊഴി നൽകിയ വിവരം അറിയാൻ വൈകിയതിന്റെ പരിഭ്രമത്തിലാവണം ചില മാധ്യമങ്ങൾ സങ്കല്പ കഥകൾ ചമയ്ക്കുന്നത്. ഇതിലൊന്നും പ്രതികരിക്കേണ്ട എന്ന് കരുതിയതാണ്. എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കാം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് SITക്ക് മുന്നിൽ ഹാജരായത്. അത് ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലായിരുന്നില്ല. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തിനോട് ചേർന്നുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് എന്റെ മൊഴി രേഖപ്പെടുത്തിയത്. MLA ബോർഡ് വെച്ച ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന കറുത്ത ടൊയോട്ട യാരിസ് കാറിലാണ് ഞാൻ അവിടെ എത്തിയതും മൊഴി നൽകിയ ശേഷം എന്റെ ഓഫീസിലേക്ക് മടങ്ങിപ്പോയതും. ഇതൊക്കെ പകൽ വെളിച്ചത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഒരു പ്രമുഖ ദിനപത്രം എഴുതിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ അപേക്ഷയിന്മേൽ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് നൽകി എന്നാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. എല്ലാ മാധ്യമങ്ങളുടെയും കയ്യിൽ ഈ ഫയലുകളുടെ കോപ്പിയും ഉണ്ട്. അത്തരത്തിൽ ഞാൻ കുറിപ്പെഴുതിയ ഒരു അപേക്ഷയുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ നിങ്ങൾ ഹൃദയ വിശാലത കാണിക്കണം. മറ്റൊരു ആരോപണം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്യാൻ മന്ത്രി നിർദ്ദേശിച്ചതായി സ്വർണ്ണപ്പാളി കൈമാറാൻ ഉത്തരവിട്ട ഫയലുകളിൽ പരാമർശമുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പുറത്തുവിടൂ, ജനങ്ങൾ കാണട്ടെ. ഇനി മാധ്യമങ്ങളുടെ അടുത്ത കണ്ടെത്തൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ഞാൻ മണ്ഡലത്തിൽ വീട് വെച്ചു കൊടുത്തു എന്നാണ്. എന്റെ മണ്ഡലത്തിലെ വീടില്ലാത്ത ഒട്ടേറെ പേർക്ക് സർക്കാരിന്റെയും സുമനസ്സുകളുടെയും സഹായത്തോടെ വീടുകൾ നിർമ്മിച്ചു നൽകാൻ എനിക്ക് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിൽ ഒന്നുപോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ നിർമ്മിച്ചതല്ല. ഇനി മറിച്ച് അത്തരമൊരു വീട് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ വീടും അതിലെ ഗുണഭോക്താക്കളെയും ജനങ്ങളെ കാണിക്കാനുള്ള വലിയ മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല. ബാലകൃഷ്ണമായിട്ട് അദ്ദേഹം പറയുന്നു, സ്വർണ്ണപ്പാളി വിവാദത്തിൽ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് 84 ദിവസം പിന്നിട്ടിട്ടും കോടതിയിൽ ഒരു കീറക്കടലാസ് പോലും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായും ഈ വിഷയത്തിൽ സർക്കാരും ഒപ്പം ഇടതുപക്ഷ നേതാക്കളും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളും ഒക്കെ സ്വീകരിക്കേണ്ടത് ഇതേ നിലപാട് തന്നെയാണ്. മടിയിൽ കനമില്ലാത്തതുകൊണ്ട്, കൈ ശുദ്ധമായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ഇത്തരം പുറത്തു വരുന്ന വ്യാജ വാർത്തകളെ ഈ രീതിയിൽ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ വേണം പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ വലിയ അപകടമുണ്ടാക്കും എന്ന കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ ഇപ്പോൾ ആപ്പിലായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരും. അപ്പോ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി പാറ്റിയെ സ്വർണം കട്ടവരാരപ്പ എന്നുള്ള ആ ക്വസ്റ്റ്യൻ മാർക്കിൽ ഏതൊക്കെ കോൺഗ്രസ്സുകാരാണപ്പ എന്നിനി ഇവിടെ ജനങ്ങളൊക്കെ പാടൂപ്പ, അപ്പോ നമുക്ക് കാണാപ്പ. ഇപ്പൊ അറസ്റ്റായിട്ടുള്ള ആളുകളൊക്കെ അറിയാലോ, ഏകദേശം 6ഓളം പേരുടെ ബന്ധം കോൺഗ്രസ് ബന്ധമാണ്. പക്ഷെ ഇതിലപ്പുറത്തേക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ഈ കേസിൽ ആരൊക്കെ പ്രതിയാണെങ്കിലും അവരെ രാഷ്ട്രീയം നോക്കാതെ നടപടി എടുക്കണം എന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു നിലപാട് തന്നെയാണ് അന്തിചർച്ചകളിൽ പങ്കെടുക്കുന്ന പല ഇടതുപക്ഷ നേതാക്കളും പറയുന്നത്. കഴിഞ്ഞ ദിവസം സ്വരാജ് പോലും എനിക്ക് 24-ലെ ആ അന്തിചർച്ചയിൽ എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം ഈ വിഷയത്തെ പറ്റി പ്രതികരിച്ചുകൊണ്ട് സർക്കാരിന്റെ നിലപാട് പറയുന്നത്. ഇവിടെ രാഷ്ട്രീയം കളിക്കരുത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയം കളിച്ച് സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കാൻ വേണ്ടിയൊക്കെ ശ്രമം നടത്തുന്ന ആളുകളുടെ ഉദ്ദേശം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ബാക്കി എന്താണ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗെയിം എന്ന് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും സർക്കാർ ഈ പ്രതിക്കൂട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ യഥാർത്ഥ പ്രതികൾ ആ പ്രതിക്കൂട്ടിലേക്ക് ഒന്ന് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആരാണ് പ്രതി, ആരാകും പ്രതി, കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട്